ബേസിക് സയൻസിൽ ഫുൾ മാർക്സ് എന്നുള്ളത് നിങ്ങളുടെ എല്ലാവരുടെയും ഒരു സ്വപ്നമല്ലേ? ആ ഫുൾ മാർക്സിലേക്ക് എത്താൻ കുറച്ച് ഉടായ്പ ട്രിക്സ് ആയിട്ടാണ് മിസ് വന്നിട്ടുള്ളത് കേട്ടോ. ഉടായ്പൊന്നുമല്ല, അത് നമ്മളെന്താണ് ചുമ്മാ പറയുമ്പോൾ പറഞ്ഞാണ്. ഈ ട്രിക്സ് നിങ്ങളൊന്ന് ഫോളോ ചെയ്തൊക്കെ മിസ്സൊക്കെ എന്താ പറയുക, മിസ്സിൻ്റെ ജീവിതത്തിൽ നിന്നൊക്കെ മിസ് ഇങ്ങനെ പറിച്ചെടുത്ത കുറച്ച് ഏടുകളാണ് മിസ് ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പോൾ ഇതൊന്ന് നിങ്ങൾ ചെയ്ത് നോക്കിയൊക്കെ എന്തായാലും നിങ്ങൾക്ക് അതിനുള്ള റിസൾട്ട് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അതാ ഏറ്റവും ആദ്യത്തത്, ഓൾവേസ് സ്റ്റഡി ഇൻ എ ക്വൈറ്റ് എൻവയോൺമെൻറ്റ്. നിങ്ങൾ വളരെ ശാന്ത സമാധാനമുള്ള ഒരു സ്ഥലത്ത് വേണം നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അത് ആദ്യം ചെയ്യാം. നമ്മൾ ഏറ്റവും സമാധാനമുള്ള ഒരു സ്ഥലത്ത് വേണം പോയിട്ടിരിക്കാൻ. പിന്നൊന്ന്, ഡിസ്ട്രാക്ഷൻസ് അവോയ്ഡ് ചെയ്യാം. നമുക്ക് എപ്പോഴും പറ്റുന്നൊരു മിസ്റ്റേക്കാണ്, നമ്മൾ ഫോൺ അടുത്ത് കൊണ്ടുവയ്ക്കും. അതിൽ ചിലപ്പോൾ എന്തെങ്കിലും മെസ്സേജ് വരും. ആദ്യത്തെ നമ്മൾ പോട്ടെ വേണ്ട പഠിക്കാം എന്ന് വിചാരിക്കും. രണ്ടാമത്തെ കിണിങ്ങിണിങ് വീണ്ടും വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നോക്കാം എന്ന് വിചാരിക്കും. ഒന്ന് നോക്കും, രണ്ട് നോക്കും, പിന്നെ അവിടെ ഇരിക്കും, പിന്നെ നമ്മുടെ പഠിത്തം നടക്കില്ല. അപ്പോൾ ഡിസ്ട്രാക്ഷൻസ്, TV, ഫോണ് പോലത്തെ സാധനങ്ങളൊക്കെ ഒഴിവാക്കുക. അടുത്തത് എന്ത് ചെയ്യുക? എപ്പോഴും നിങ്ങൾ ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ്, നമ്മുടെ ബേസിക് സയൻസ് ഒക്കെ പഠിക്കുന്ന സമയത്ത് വലിയ ചാപ്റ്റേഴ്സുകളൊക്കെ ആയിരിക്കും അല്ലേ. അപ്പോൾ നിങ്ങൾ ഒറ്റ സ്ട്രെച്ചിൽ ഇരുന്നിട്ട് മൊത്തം പഠിക്കാൻ വേണ്ടി ശ്രമിക്കും. അവിടെ സംഭവിക്കുന്നത് എന്താ പറയുക, നമ്മുടെ ബ്രെയിനിന് ഒരു ചെറിയ പ്രശ്നമുണ്ട്. ബ്രെയിനിന് ഏറിപ്പോയാൽ ഒരു 45 മിനിറ്റ്സ് വരെ, അത് മാക്സിമം ആണ്. 20 മിനിറ്റ്സ് വരെയാണ് ക്രിസ്പ് മെമ്മറി എന്ന് പറയുന്നത്. അതിനുശേഷം ഒരു 45 മിനിറ്റ്സ് വരെയാണ് നമ്മുടെ ബ്രെയിനിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു സാധനത്തിൽ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഈ 45 മിനിറ്റ്സിൽ കൂടുതൽ നിങ്ങൾ ഒരേ ഇരിപ്പ് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ 45 മിനിറ്റ്സിന് ശേഷമുള്ള കാര്യങ്ങളൊന്നും നിങ്ങളുടെ തലയിലേക്ക് മര്യാദയ്ക്ക് കയറിയിട്ടുണ്ടാവില്ല. സോ നിങ്ങൾ എന്ത് ചെയ്യുക, എവറി 45 മിനിറ്റ്സ് കഴിയുമ്പോൾ നിങ്ങൾ ഒരു 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുക. ഓക്കെ, ആ 5 മിനിറ്റ് ബ്രേക്കിൽ ഫോണും നോക്കാനോ അല്ലെങ്കിൽ TV കാണാനൊന്നും പോകണ്ട. എന്തെങ്കിലും ചെറുതായിട്ടൊന്ന് നടന്ന് കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് ഒന്ന് നമ്മൾ തന്നെ ആ ഒരു മൂഡിൽ നിന്നൊന്ന് മാറ്റി തിരിച്ചു വന്നിരിക്കുക. അച്ഛനോടും അമ്മയോടൊക്കെ 2 വർത്താനൊക്കെ പറഞ്ഞ് തിരിച്ചു വന്നിരിക്കുക. ഓക്കെ, അപ്പോൾ എവറി 45 മിനിറ്റ്സ് കഴിയുമ്പോൾ ഒരു കുഞ്ഞു ബ്രേക്ക് എടുക്കുക. പിന്നെ ഒന്ന്, നമ്മളെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യാൻ പോകുന്ന ഒരു സാധനം എന്താ അറിയോ, ലെക്ചർ നോട്ടുകൾ. ഓക്കെ, അപ്പോൾ ലെക്ചർ നോട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ സ്കൂളിലാകുമ്പോൾ അവിടുത്തെ നോട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ അതിന് മിസ്സൊന്നും പറയുന്നില്ല. നമ്മുടെ യൂട്യൂബ് ക്ലാസ് കാണുന്ന സമയത്ത് നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കരുത്. അതിൻ്റെ കൂടെ നിങ്ങൾ നോട്ട് ഉണ്ടാക്കുക. ഓക്കെ, നിങ്ങൾ വളരെ സിമ്പിളായിട്ട് ഷോർട്ടാക്കിയിട്ട് നിങ്ങൾക്ക് ഓർമ്മ വരുന്ന രീതിക്ക് ഉണ്ടാക്കിയാൽ മതി. എന്നിട്ട് ഓരോ ടോപ്പിക്ക് കഴിയുമ്പോഴും അവിടെ ഒരു കുഞ്ഞ് ഗ്യാപ്പ് വിടുക. ഓക്കെ, ഒരു ചെറിയ ഗ്യാപ്പ് വിട്ട് വയ്ക്കുക. ആ ഗ്യാപ്പിൽ നിങ്ങൾ എന്ത് ചെയ്യണം, കുറച്ച് നേരം കഴിഞ്ഞ് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ വീണ്ടും കുറച്ച് പോയിന്റ്സ് കിട്ടും. അത് നിങ്ങൾ അവിടെ എഴുതി വെക്കുക. ഓക്കെ, അങ്ങനെ ആ ഒരു ടോപ്പിക്കിൻ്റെ കംപ്ലീറ്റ് നോട്ടുകൾ നിങ്ങൾക്ക് സെറ്റാക്കി വെക്കുക. ആ നോട്ട് മതി പിന്നെ നമുക്ക് എക്സാം ടൈമിൽ റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഫുൾ ടെക്സ്റ്റ് വായിക്കുന്നത് അത്ര പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല എക്സാം ടൈമിൽ. ഓക്കെ, ആദ്യം വായിക്കണം. റെഡി? ഇനി പ്രാക്ടീസ് എക്സാമ്പിൾസ്. അപ്പോൾ നമ്മൾ ആ ഒരു ചാപ്റ്റർ ലെക്ചർ നോട്ടൊക്കെ ഉണ്ടാക്കി ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ ചാപ്റ്ററിൽ തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, സൈഡിലും ഇടയിലും ലാസ്റ്റൊക്കെ ആയിട്ട്. ആ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്ത് നോക്കുക ആദ്യം. ഓക്കെ, ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. അങ്ങനെ ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം പിന്നെ എന്ത് ചെയ്യുക, ചുമ്മാ നിങ്ങൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യുക. ഇപ്പം നമ്മുടെ 7ാം ക്ലാസ്സിൻ്റെ ചാപ്റ്റേഴ്സൊക്കെ ബേസിക് സയൻസ് ഒക്കെ ആണെങ്കിൽ ബേസിക് സയൻസ് ഒരുപാട് നമ്മുടെ പഴയ വർഷങ്ങളുടെ എന്താ പറയുക മുന്നേ ഉള്ള നമ്മുടെ ബുക്ക് ഉണ്ടല്ലോ, മാറിയ ബുക്കല്ല, മുന്നേ ഉള്ള ബുക്കായിട്ട് ഒരുപാട് സിമിലർ തന്നെയാണ് നമ്മുടെ പുതിയ ബുക്ക്. പേരുകളൊക്കെ ഒന്ന് മാറിയെന്നേ ഉള്ളൂ, പിന്നെ ചാപ്റ്ററിൻ്റെ ഒരു ഓർഡറൊക്കെ ഒന്ന് മാറിയെന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് PYQs നിങ്ങൾക്ക് സെർച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരുപാട് എന്തുണ്ട്, നമ്മുടെ ഇപ്പോൾ ബാച്ചിലുള്ള മക്കൾക്ക് വേറെ എവിടെയും പോകണ്ട, നമ്മൾ തന്നെ കൊടുക്കുന്നുണ്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ. അപ്പോൾ ക്വസ്റ്റ്യൻസ് ഇല്ലാത്തവർ എന്ത് ചെയ്യുക, ഇങ്ങനെ നിങ്ങൾക്ക് ഗൂഗിളിലൊക്കെ അടിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് മുൻവർഷ ക്വസ്റ്റ്യൻ പേപ്പറുകൾ, ചോദ്യ പേപ്പറുകളൊക്കെ നിങ്ങൾക്ക് കിട്ടും. അതിനകത്ത് നിന്ന് നമ്മൾ എന്ത് ചെയ്യുക, ഈ ടോപ്പിക്കിൽ വരുന്ന ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക, പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. പിന്നെ ഏറ്റവും ഒരു അടിപൊളി ടെക്നിക്കാണ് കേട്ടോ, ഇത് ഞാൻ ചെയ്തിരുന്ന ടെക്നിക്കാണ്, ഫ്ലാഷ് കാർഡ്സ് ഉണ്ടാക്കുക. എന്താ ഫ്ലാഷ് കാർഡ്സ് അറിയോ? ഒന്നെങ്കിൽ നിങ്ങൾ കട്ടിയുള്ള ചാർട്ട് പേപ്പർ പോലെ ഉള്ള ഒരു പേപ്പർ എടുക്കുക, പല കളർ എടുക്കാൻ പറ്റുമെങ്കിൽ നല്ലത്. അങ്ങനെ നിങ്ങൾ അതിനെ കുഞ്ഞു കുഞ്ഞു പീസാക്കി കട്ട് ചെയ്യാം. ഇത്ര മതി. ഓക്കെ, ചെറിയൊരു പീസ് അങ്ങനെ കട്ട് ചെയ്യാം. നമ്മളെ കാർഡ്സിൻ്റെ ഒക്കെ വലുപ്പത്തിൽ, നമ്മൾ കാർഡ്സ് കളിക്കുന്ന കാർഡ്സില്ലേ, അതിൻ്റെ വലുപ്പത്തിൽ കട്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ഓർമ്മിക്കാൻ ബുദ്ധിമുട്ടില്ല. ഇപ്പോൾ ബയോളജിയിലാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഇപ്പോൾ ഹാർട്ടിൻ്റെ ഫിഗർ, അല്ലെങ്കിൽ ശ്വാസകോശം, അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക റെസ്പിറേറ്ററി സിസ്റ്റം, ഡൈജസ്റ്റീവ് സിസ്റ്റം, ഇങ്ങനെയൊക്കെ സാധനങ്ങളേ, അതൊക്കെ നിങ്ങൾ അതിൽ വരച്ച് മാർക്ക് ചെയ്ത് വെക്കുക. ഇനിയിപ്പോൾ നമ്മുടെ കെമിസ്ട്രി പോലത്തെ സംഭവങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ എന്താ പറയുക എന്തെങ്കിലും ഫോമുലയോ കാര്യങ്ങളോ എന്തോ ആയിക്കോട്ടെ, അതവിടെ എഴുതി വെക്കുക. നിങ്ങൾക്ക് ഓർക്കാൻ ബുദ്ധിമുട്ടില്ല. ഇത് മാത്സിനൊക്കെ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ, ബേസിക് സയൻസിൻ്റെ കാര്യം പറയുന്നതുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഓർമ്മിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ ഈ പേപ്പറുകളിൽ ഓരോ പേപ്പറുകളിൽ എഴുതി വെക്കാം. എന്നിട്ട് എപ്പോഴും നിങ്ങളുടെ കയ്യിൽ വെക്കുക. എന്നിട്ട് നിങ്ങളിപ്പോൾ ബസ്സിലിരിക്കുമ്പോഴോ അല്ലെങ്കിൽ വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോഴോ എന്ത് ചെയ്യുക, ചുമ്മാ ഇതിങ്ങനെ വെറുതെ വായിച്ച് നോക്കുക. നമ്മുടെ ബ്രെയിനിന് ഒരു സംഭവമുണ്ട്, നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് കാണുന്നതും കേൾക്കുന്നതും ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ബ്രെയിന് ലോങ് ടേം മെമ്മറിയിലേക്ക് സേവ് ചെയ്ത് വെക്കും.
ഓക്കെ, നമുക്ക് 2 മെമ്മറി ഉണ്ട്, ഷോർട്ട് ടേം മെമ്മറിയും ലോങ് ടേം മെമ്മറിയും. ഷോർട്ട് ടേം എന്ന് പറഞ്ഞാൽ കുറച്ച് കാലത്തേക്ക് മാത്രമുള്ളതായിരിക്കും, പിന്നെ നമ്മൾ മറന്നു പോകും. അപ്പോൾ നിങ്ങൾ ഓണം എക്സാമിന് പഠിച്ചത് ചിലപ്പോൾ ഇപ്പം നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവില്ല, അത് ഷോർട്ട് ടേം ആയതുകൊണ്ടാണ്. അപ്പോൾ അത് ലോങ് ടേമിലേക്ക് കയറ്റി എങ്ങനെയാണ്, നമ്മളിങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് അതേ സാധനം പഠിക്കുമ്പോഴാണ്. അതുകൊണ്ടാണ് റിവിഷൻ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നത്. അപ്പോൾ അതേപോലെ ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഫ്ലാഷ് കാർഡ്സ് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കുക. അങ്ങനെ ആകുമ്പോൾ ഈ സാധനങ്ങൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ബൈ ഹാർട്ട് ആവും. എക്സാമിന് പോയിരിക്കുമ്പോൾ നിങ്ങളുടെ മൈൻഡിൽ ഈ ഫ്ലാഷ് കാർഡിൻ്റെ പിക്ചർ ഇങ്ങനെ വരുന്നു, നിങ്ങൾ അവിടെ എഴുതുന്നു. സൂപ്പർ. ഓക്കെ, അടുത്തത് മേക്ക് കോൺസെപ്റ്റ് മാപ്പ് ഫ്രം മെമ്മറി. നിങ്ങളൊരു ചാപ്റ്റർ പഠിച്ചു, അതിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്തു, ഫ്ലാഷ് കാർഡ്സ് ഉണ്ടാക്കി, ഒക്കെ കഴിഞ്ഞു. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ബുക്ക്, ഒരു കുഞ്ഞു ബുക്കാണ്, ഒരു 50 പേജിൻ്റെ ബുക്ക് മതി. അത് നിങ്ങൾ എന്ത് ചെയ്യുക, എടുത്ത് വയ്ക്കുക. അതിൽ ഓരോ പേജിലും ഓരോ ചാപ്റ്ററിൻ്റെ കോൺസെപ്റ്റ് മാപ്പ് ഉണ്ടാക്കുക. അതായത് നിങ്ങളൊന്നുമില്ല, ഹെഡിങ് എഴുതുക, ചാപ്റ്ററിൻ്റെ ഹെഡിങ് എഴുതുക. ആ ഹെഡിങ്ങിൽ നിന്ന് നമുക്ക് എന്തൊക്കെ ടോപ്പിക്സ് ഉണ്ട്, അതിനെത്ര സബ് ടോപ്പിക്സ് ഉണ്ട്, ആ സബ് ടോപ്പിക്സിൽ എന്തൊക്കെയാണ് മെയിൻ പോയിന്റ്സ് എന്ന് പറഞ്ഞ ഒരു ഫ്ലോ ചാർട്ട് പോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു മാപ്പിംഗ് ചെയ്യാൻ പറ്റും. അതിലൂടെ നിങ്ങൾ ആ ചാപ്റ്ററിനെ കൂടുതൽ മനസ്സിലാക്കുകയാണ്. അടുത്ത ട്രിക്ക്. ഓക്കെ, അടുത്തത് സമ്മറൈസ് ടെക്സ്റ്റ് ബുക്ക് ചാപ്റ്റേഴ്സ്. അപ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലുള്ള ആ ഒരു ചാപ്റ്ററിനെ നിങ്ങൾക്ക് മനസ്സിലായ രീതിക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സമ്മറൈസ് ചെയ്ത് വെക്കുക. എന്നിട്ട് നിങ്ങൾ എഴുതിയത് ശരിയാണോ എന്നുള്ളതും കൂടി ക്രോസ് ചെക്ക് ചെയ്യുക. ഇങ്ങനെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് മതി നിങ്ങൾക്ക് ലാസ്റ്റ് എക്സാമിന് സമയത്ത് വായിച്ചു വെക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അടുത്തത് റിവ്യൂ യുവർ നോട്ട്സ്. നിങ്ങൾ എഴുതിയ ഈ നോട്ട് ഒരു തവണ എഴുതി കഴിഞ്ഞാൽ മാറ്റി വെക്കരുത്. എവറി വീക്കെൻഡ് നിങ്ങൾ എന്ത് ചെയ്യുക, അത് റിവ്യൂ ചെയ്യുക. കൂടുതൽ ഏതെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ആ പോയിന്റ്സ് അവിടെ ആഡ് ചെയ്യുക. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബേസിക് സയൻസിൽ നല്ല മാറ്റം ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ ട്രിക്സ് നിങ്ങൾ ആരും പറഞ്ഞു തന്നിട്ടില്ല എന്ന് മിസ് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു ട്രിക്സ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടെങ്കിൽ മിസ് വി വിൽ ട്രൈ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു വീഡിയോന് താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ നമ്മുടെ ചാനലിൽ വരും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്തുക. ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കുക. ഓക്കെ, ടാറ്റ, ബൈ ബൈ, താങ്ക് യു.